ഡിയർ ഗായ്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാത്രി സമയത്ത് ഫുഡില്ലാത്തപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഫുഡില്ലാത്തപ്പോൾ നമ്മൾ അമ്മ ചെയ്യുന്നൊരു പ്രിപ്പറേഷൻ. വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മതി. വെറും 2 മുട്ട നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാന്ന്. അപ്പം നിങ്ങളത് കണ്ടിട്ട് പോകാം. എങ്ങനെ എൻ്റെ വീഡിയോ കാണുന്ന 1-2 പേർക്കെങ്കിലും യൂസ്ഫുൾ ആകും. ചിലപ്പോൾ എനിക്ക് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ 2 പേരുണ്ട്, അവർ ബാക്കിലാണ്. അപ്പം ഇങ്ങനെ വീട് ഫുള്ള് ഞാൻ ചുറ്റി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അമ്മയുടെ അടുക്കളയിലോട്ട് കൊടുക്കാം. ഓക്കെ, സിനിമകളിലെ കൊട്ടാരം. എന്തൊക്കെയാണ് അമ്മ സാധനങ്ങൾ വേണ്ടത് പറഞ്ഞോട്. സവാള, ഇഞ്ചി, പച്ചമുളക്. ഓക്കെ, പിന്നെ തക്കാളി. പിന്നെ ഇതിന്റെ പേരെന്താണ്? മുട്ട കണ്ടിരിപ്പുണ്ട്. പിന്നെ ഇതെന്താ? ചോറ്. അത് ചോറാണ്. പിന്നെ അതിനകത്ത് എണ്ണയൊക്കെ ഒഴിക്കണം. എല്ലാം ഫുൾ വീഡിയോ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഭയങ്കര ചൂടാണ് ഗൈസ്, ഹെവി ചൂടാണ് ഇവിടെ. പക്ഷേ ലൈറ്റ് കറണ്ട് നേരിട്ട് അടിക്കും. ഭയങ്കര ടാസ്ക്. എന്നാലും നമുക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ അടുത്ത് അമ്മയ്ക്ക് പറയാനുള്ളത്, എല്ലാവരും കണ്ട് എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യും. ഗൈസ് സപ്പോർട്ട് ചെയ്യും ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വ്ളോഗൊക്കെ എടുക്കണം, വലിയ ലോങ് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷെ കണ്ടന്റ് ക്ഷാമം. എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉള്ളവർ ഇത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ അമ്മ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം പച്ചമുളക്, സവാള എന്നിവയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞിടുക. അങ്ങനെ സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. തക്കാളി 1 2 പേർക്ക് കഴിക്കാനുള്ള ഫുഡാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, മുട്ട വേണ്ട, ഇപ്പോൾ മേടിച്ചോളൂ. ഒരു മുട്ടയ്ക്ക് 7 രൂപയാണ് കഴിച്ചു. അല്ല 7 രൂപ. ഇപ്പോൾ വില പോകുന്ന പോക്കേ. ഒരു സമയത്തൊക്കെ 5 രൂപയുള്ള മുട്ടയ്ക്ക് ഇപ്പോൾ 7 രൂപയായി. എന്തമ്മ? കോഴിയുള്ളപ്പോൾ ഇഷ്ടം പോലെ മുട്ട തിന്നിട്ടില്ലേ? കോഴിയുള്ളപ്പോൾ കേടില്ലേ? കോഴിയുള്ളപ്പോൾ ഇഷ്ടം പോലെ. എന്താണ് അങ്ങനെ ഈ സാധനങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് വഴറ്റും. വഴറ്റും. അതാണ് കഴിച്ച്. ഇതാണ് ചോറ്. ഇതിനകത്തിരിപ്പുണ്ട്. ആരും കുക്കറിൽ എയർ കളഞ്ഞിട്ട് വേണം തുറക്കാൻ. അല്ല തുറന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും എല്ലാം കൂടെ. അനുഭവം ഗുരു. അപ്പോൾ എന്തായാലും ഗായ്സ്, നമുക്ക് ആദ്യം ഇത്ര സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. ഇനി അത് വഴറ്റണം, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഈ വെജിറ്റബിളൊക്കെ ഇട്ട് നമ്മളൊന്ന് വഴറ്റി ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതിങ്ങനെ ബ്രൗൺ ആയിട്ട് വരുമ്പോഴേക്കും മുട്ട പൊട്ടിച്ചിടുക. ഒരാൾക്ക് 1 മുട്ട എന്ന് വെച്ച്. ഇപ്പം ഞാനും അമ്മയായിട്ട് 2 മുട്ട. ഇപ്പം 4 പേരുണ്ടെങ്കിൽ 4 മുട്ട മേടിക്കുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യണം? മിക്സ് ചെയ്ത് ചിക്കണം. ചിക്കാൻ അറിഞ്ഞൂടാത്ത ആരുമില്ല, എല്ലാവർക്കും അറിയാം. ചിക്കാൻ അറിയുന്നവന്മാരെല്ലാം കൂടെ ചിക്കുക. ഉപ്പൊക്കെ കറക്റ്റിന് ഇടണം, അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കളയാനേ പറ്റൂ. അതൊക്കെ ഉപ്പൊക്കെ ഇടുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് കാണാം. അമ്മമാർക്കൊന്നും അതിനൊരു വിഷയമില്ല. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ട് അടുത്ത എന്താണെന്ന് വെച്ചാൽ അപ്പം കാണിച്ചു തരും. ഓക്കെ ഗൈസ്, അപ്പം ബാക്കി വന്ന് ഈ മുട്ടത്തോട് നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ പൊടിക്കണം. പൊടിച്ചിട്ട് നമ്മൾ എന്താണെന്നറിയാം, ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ചെടിയുടെ അവിടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഉണ്ടോ ഇങ്ങനെ പൊടിച്ചിട്ട്. അപ്പം അതിനൊരു വളമാണ്. ഫുഡൊക്കെ കഴിച്ചിരിക്കുക കള്ളി ഗൈസ്. അപ്പം നേരെ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ഓക്കെ, അപ്പം മുട്ട ചിക്കി സെറ്റായിട്ടുണ്ട്. അതെന്തോ പൊടി? എന്തോ പൊടി അത്? ബിരിയാണി മസാല ഗൈസ്. അപ്പം സാധാ ചോറിനകത്ത്
നമ്മളിതെല്ലാം സെറ്റായിട്ട് ഇനി അടുത്ത പൊടികളാണ് ബിരിയാണി മസാല. അപ്പം ബിരിയാണിയുടെ മണം കിട്ടും. ഏതാ കൈ കഴുകാം. ബിരിയാണി മസാലയാണ് ഇതുവരെ ഇട്ടിട്ടുള്ള ആകെ ഉള്ള ഒരു പൊടി എന്ന് വെച്ചാൽ. അപ്പോൾ ഗൈസ് അമ്മൂസ് പറയുന്നതെന്ന് വെച്ചാൽ അത് മാത്രം മതി. ഇനി ചോറങ്ങ് തട്ടുക. സാധാ റേഷനരി ചോറാണ് ഗൈസ്. കാശുള്ളവർക്ക് വലിയ വലിയ കൂടിയ അരിയൊക്കെ മേടിക്കാം. കാശില്ലാത്തവർക്ക് റേഷൻ കടയിലെ അരിയും മേടിക്കാം. അത് ഫ്രീയാ, കാശ് കൊടുക്കണ്ടല്ലേ റേഷൻ കടയിൽ. എന്നിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇനി ഇളക്കുന്ന കൂട്ടത്തിൽ ഇളക്കാൻ അറിയാവുന്നവന്മാരൊക്കെ അങ്ങ് ഇളക്കണം നല്ല രീതി. അപ്പോഴേക്ക് നല്ല മണം കിട്ടും. സത്യം മണം അടിക്കുന്നതുകൊണ്ടാണ് ബാക്കിലുള്ള രണ്ടാമന്മാർ കിടന്ന് കരയുന്നത്. നല്ല രീതി അങ്ങ് ഇളയിക്കണം. നിങ്ങളെ കൂട്ടത്തിൽ ഇളക്കാൻ അറിയുന്നവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവന്മാരെ പിടിച്ച് ഇളക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കണ്ടില്ലേ? അപ്പോൾ ഇനി വേറെ ഒന്നും ഇല്ലല്ലോ സെറ്റ് ചെയ്തതിനകത്ത്? വേറെ ഒന്നുമില്ല. ഇനി ആകെ നിങ്ങൾക്ക് വല്ല മല്ലിയില പുതിനയിലൊക്കെ ഇടണമെങ്കിൽ ഇടാം. നെയ്യ് ഒഴിക്കാം, അണ്ടിപ്പരിപ്പ് ഒഴിക്കാം, ബദാം ഇടാം. ഇഷ്ടമുള്ളതൊക്കെ ചേർക്കുക. മെയിനായിട്ട് ഇത്രേ ഉള്ളൂ സംഭവം. കാശില്ലാത്തവർക്ക് പറ്റിയ ഏറ്റവും മെയിൻ സാധനം ഇതാ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. കുരുമുളക് ഉള്ളവർ കുരുമുളക് ഇടുക. പക്ഷേ ഏറ്റവും വലിയ ഇത് കണ്ടില്ലേ, കുരുമുളക് ഇട്ട് വെച്ചിരിക്കുന്ന പെട്ടി ഏതാണെന്നുണ്ടോ നിങ്ങൾ? ജിമ്മിൽ ബാക്കി ക്രാറ്റിൻ്റെ കുപ്പി. എന്ത് ചെയ്യാനാ, കുപ്പികളൊന്നും കളയില്ല. ക്രാറ്റിൻ കണ്ട വെൽക്കോറിൽ തീർന്ന ഉടനെ കുപ്പിയെടുത്ത് അമ്മയുടെ സാധനങ്ങൾ. കുരുമുളക് ഉള്ളവർ കുരുമുളകും കൂടെ ഇടുക. ഇപ്പം സംഭവം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നേരെ കഴിക്കാം. ഓക്കെ ഗൈസ്, അപ്പം സംഭവം സെറ്റായിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഞാൻ കഴിച്ചു നോക്കാം. അടിപൊളി, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. കൊള്ളാം. നിങ്ങൾ കഴിച്ചു നോക്കൂ, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടല്ല. ഞാൻ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എന്തിനാ വെറുതെ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അമ്മ വരുത്തുള്ളൂ, പതുക്കെ വരുത്തുള്ളൂ കയ്യെ. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു. അമ്മയും കൂടെ കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അമ്മയെ കാണിക്കും ഗൈസ്. ടാറ്റോട് ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ സബ്സ്ക്രൈബ്.